പൊതുസമ്മേളനത്തിൽ തന്നെ വ്യക്തിപരമായി അപമാനിച്ച LDF കൺവീനർ എ വിജയരാഘവനെതിരെ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് കോടതിയിൽ പരാതി നൽകി. പിണറായി സർക്കാരിന്റെ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചതെന്ന് രമ്യ മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസ് ഇതുവരെ കേസെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. നീതി നിഷേധം ഉണ്ടായതുകൊണ്ടാണ് കോടതിയെ സമീപിച്ചതെന്ന് നേതാക്കളും പറയുന്നു. പൊന്നാനിയിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുള്ള പരാമർശത്തിനിടെയാണ് വിജയരാഘവൻ രമ്യയെ അധിക്ഷേപിച്ചത്. കോൺഗ്രസ് ലീഗ് സ്ഥാനാർത്ഥികൾ പാണക്കാട് തങ്ങളെ കാണാൻ പോകുന്നുണ്ട്. എന്തിനാണ് മുരളീധരൻ അടക്കമുള്ളവർ പ്രചരണത്തിന് മുമ്പ് തങ്ങളെ കാണാൻ എത്തുന്നത്? ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി പാണക്കാട് തങ്ങളെ തറവാട്ടിലെത്തി കണ്ടു. അതിനുശേഷം ആ പെൺകുട്ടി PK കുഞ്ഞാലിക്കുട്ടിയെ വീട്ടിൽ പോയി കണ്ടു. അതിനുശേഷം ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല എന്നാണ് വിജയരാഘവൻ പറഞ്ഞത്. പൊന്നാനിയിൽ ഏപ്രിൽ 1-ാം തീയതി നടത്തിയ പ്രസംഗത്തിനെതിരെ പിറ്റേന്ന് രമ്യ ഹരിദാസ് പോലീസിൽ പരാതി നൽകിയിരുന്നു. കേസെടുക്കണോ വേണ്ടോയോ എന്ന് പോലീസ് നിയമോപദേശം തേടിയിട്ട് 2 ആഴ്ചയായി. തിരൂർ DYSPക്കാണ് പ്രാഥമിക അന്വേഷണം നടത്തിയത്. കൃത്യമായ സൂചനകളൊന്നുമില്ലാതെ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. വിജയരാഘവന്റെ പരാമർശം വേദനിപ്പിച്ചുവെന്നും കേരളത്തിൽ സ്ത്രീ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നുമാണ് രമ്യ ഹരിദാസ് പറഞ്ഞത്. വിജയരാഘവന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഇടത് സഹയാത്രികരടക്കം രംഗത്തെത്തിയിരുന്നു. പരസ്യമായി മാപ്പ് പറയണമെന്ന് സുനിൽ P. ഇളയിടം ആവശ്യപ്പെട്ടു. സംഭവം വിവാദമായതോടെ തന്റെ പ്രസംഗം തെറ്റായി വ്യാഖ്യാനിച്ചെന്ന ന്യായീകരണവുമായി വിജയരാഘവൻ രംഗത്തെത്തി. പിന്നീട് മാപ്പ് പറയാതെ ഖേദം പ്രകടിപ്പിച്ചു. വിജയരാഘവന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല DGPക്ക് പരാതി നൽകിയിരുന്നു. അതിലും അന്വേഷണം എങ്ങുമെത്തിയില്ല. വിജയരാഘവന്റെ പരാമർശം ആസൂത്രിതമായിരുന്നുവെന്ന് രമ്യ ആരോപിച്ചു. നേരത്തെയും തനിക്കെതിരെ സമാന പരാമർശം നടത്തിയിട്ടുണ്ടെന്നും രമ്യ ചൂണ്ടിക്കാട്ടി. തന്റെ എതിർ സ്ഥാനാർത്ഥി PK ബിജു വിജയരാഘവന്റെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് തന്നെ ഞെട്ടിച്ചു. അദ്ദേഹത്തിന്റെ നിലപാട് ജനം വിലയിരുത്തട്ടെ. എനിക്കും അച്ഛനും അമ്മയും സഹോദരങ്ങളുമുണ്ട്. വിജയരാഘവന്റെ പരാമർശം അവർ എങ്ങനെ കാണുമെന്ന് കൂടി ചിന്തിക്കണം. വിജയരാഘവന് എന്നെ പോലൊരു മകളുണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ സംസാരിക്കുമോ എന്നും രമ്യ ചോദിച്ചു. തിരഞ്ഞെടുപ്പിന്റെ 2-ാം ഘട്ടം നാളെ തുടങ്ങാനിരിക്കെ ഇടതുമുന്നണി കൺവീനർ കോടതി കയറുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ലിംഗനീതിക്കും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടി വനിതാ മതിൽ തീർക്കുകയും അതിനായി പരിപാടികളും പ്രസംഗങ്ങളും നടത്തുകയും ചെയ്ത പാർട്ടിയുടെ മുന്നണി അധ്യക്ഷൻ ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയത് പല നേതാക്കൾക്കും അവമതിപ്പുളവാക്കി. വിജയരാഘവന്റെ ഭാഗത്തു നിന്ന് ജാഗ്രത കുറവുണ്ടായതായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുകയും ചെയ്തു. നിയമോപദേശം ലഭിക്കാൻ വൈകുന്നതുകൊണ്ടാണ് കേസെടുക്കാത്തതെന്ന് അന്വേഷണ ചുമതലയുള്ള തിരൂർ DYSP അറിയിച്ചു. എന്നാൽ കോടതി നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.